ഇതെല്ലാം എൻ്റെ വെറും തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. ഏതാണ്ട് 2-3 ആഴ്ച മുമ്പാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇതൊന്നും എൻ്റെ ഓർമ്മക്കുറവോ തോന്നലോ അല്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ആകെ ഒരു മാനസിക വിഭ്രാന്തി പിടിപെട്ടതുപോലെയാണ് ഞാനിപ്പോൾ. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നറിയാതെ ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ തള്ളി നീക്കുന്നു. കടബാധ്യത മൂലം തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള വീട് വിറ്റാണ് ഞാനും അമ്മയും പാലക്കാട്ടെ ഈ വീട്ടിലേക്ക് മാറുന്നത്. ആദ്യം എനിക്കിവിടം അത്ര പിടിച്ചിരുന്നില്ല. കാരണം ഇതൊരു ഉൾനാടൻ ഗ്രാമമാണ്. അവിടെ തന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഈ വീട്. 4 ചുറ്റും ഒഴിഞ്ഞ പറമ്പുകൾ. അവയാണെങ്കിൽ തീരെ ശ്രദ്ധിക്കാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. 100 മീറ്റർ മാറിയുള്ള പഞ്ചായത്ത് റോഡിൽ നിന്നും ഒരു മൺവഴിയാണ് വീട്ടിലേക്കുള്ളത്. ഇവിടെ വന്ന് താമസമാക്കിയ ശേഷം 1-2 ആഴ്ച വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. രാത്രിയാവുമ്പോൾ ഞാൻ ചില ദുസ്വപ്നങ്ങൾ കാണുന്നു. അതിലത്ര അസ്വാഭാവികമായി ഒന്നുമില്ല. പക്ഷേ പ്രശ്നമതല്ല. ഉറക്കത്തിൽ ഞാൻ ഉണരുന്നു. ആ സമയം എൻ്റെ ദേഹം മുഴുവൻ ഒരുതരം മരവിപ്പ് ബാധിച്ച അവസ്ഥയായിരിക്കും. ഒന്നനങ്ങാൻ പോലും കഴിയില്ല. മാത്രമല്ല രാവിലെ ഉണരാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. കിടക്കയിൽ തന്നെ കിടക്കാനുള്ള ഒരു ത്വര. മൊത്തത്തിലൊരു ഉന്മേഷമില്ലായ്മയൊക്കെ അനുഭവപ്പെടുന്നു. ഇക്കാര്യം ഞാൻ ഈ നാട്ടിൽ നിന്നും കിട്ടിയ സുഹൃത്ത് അനിലിനോട് പറഞ്ഞു. അത് സ്ലീപ്പ് പാരാലിസിസ് ആണെന്നാണ് അവൻ പറഞ്ഞത്. അവനു മുമ്പ് ഇതേപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. എനിക്ക് മാത്രം വന്ന വിചിത്രമായ അനുഭവമൊന്നുമല്ലല്ലോ. എങ്കിലും ആ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന തളർച്ചയും മരവിപ്പും എന്നെ അസ്വസ്ഥമാക്കി. കാരണം എനിക്കിത് എല്ലാ രാത്രിയിലും സംഭവിക്കാൻ ആരംഭിച്ചു. ഒരു രാത്രി ഞാൻ ഉറക്കത്തിൻ്റെ അബോധത്തിൽ നിന്നും അർദ്ധബോധത്തിലേക്കെത്തി. ദേഹം മുഴുവൻ തളർച്ച ബാധിച്ചിരിക്കുകയാണ്. അസ്വസ്ഥകരമായ ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ തോള് കുലുക്കാൻ ശ്രമിച്ചു. ഏതാനും തവണ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ തോള് പതിയെ ഒന്നനങ്ങി. അതോടെ ഞാൻ പൂർണ്ണബോധത്തിലേക്ക് ഉണർന്നെഴുന്നേറ്റു. മുറിയിൽ കഠിനമായ തണുപ്പ് നിറഞ്ഞിരുന്നു. ദീർഘമായി ഒന്ന് നിശ്വസിച്ച് പുതച്ചുമൂടി തിരിഞ്ഞു കിടന്ന ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. പുറത്ത് ജനാലക്കരികിൽ ആരോ നിൽക്കുന്നു. നിലാവെളിച്ചത്തിൽ അയാളുടെ നിഴൽ രൂപം വ്യക്തമായി കാണാം. പേടിച്ചുപോയ ഞാൻ തീരെ ശബ്ദമുണ്ടാക്കാതെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ഉടനെ അത് മനസ്സിലാക്കിയിട്ടെന്നോണം അയാൾ അവിടെ നിന്നും നടന്നകന്നു. ഞാൻ വേഗം ചെന്ന് ജനാല തുറന്ന് പുറത്തേക്ക് ടോർച്ചടിച്ച് നോക്കി. പക്ഷേ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പുറത്തിറങ്ങി നോക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. അടുത്ത ദിവസം ഞാൻ ഇക്കാര്യം അനിലിനോട് പറഞ്ഞു. അന്ന് രാത്രി ഞാനും അനിലും പിന്നെ അവൻ്റെ സുഹൃത്തുക്കളായ ജോർജും ബിജുവും കൂടി രാത്രി വന്നവൻ ഇനി വരികയാണെങ്കിൽ പിടികൂടാനായി അടുത്ത പറമ്പുകളിൽ പതിയിരുന്നു. പക്ഷേ അന്നയാൾ വന്നില്ല. ചിലപ്പോൾ ഇനി വരികയുമില്ല. പുലർച്ചെ വരെ കാത്തിരുന്ന ശേഷം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. ആ ദിവസം പിന്നെ വേറെ പ്രത്യേകതകളൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി. പക്ഷേ രാത്രി വീണ്ടും അത് ആവർത്തിച്ചു. രാത്രിയുടെ ഏതോ യാമത്തിൽ മുറിയിൽ തണുപ്പ് പടർന്നു. ഒപ്പം എൻ്റെ ദേഹത്ത് മരവിപ്പും. ഞാൻ അർദ്ധബോധാവസ്ഥയിൽ അനങ്ങാൻ കഴിയാതെ അസ്വസ്ഥനായി. ആരോ പുറത്തു നിന്നുകൊണ്ട് എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ഒരു തോന്നൽ എന്നിൽ ഉടലെടുത്തു. ഞാൻ എൻ്റെ ദേഹം ചലിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യം എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിലും ഏതാനും തവണ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണബോധത്തിലേക്ക് ഉണർന്നു. ഉടനെ ആരോ പിടിച്ചു വലിച്ചിട്ടെന്ന പോലെ എൻ്റെ നോട്ടം ജനാലയ്ക്ക് നേരെ നീണ്ടു. അവിടെ പുറത്ത് ജനാലയോട് ചേർന്ന് ആരോ നിൽക്കുന്നു. ആദ്യമൊന്ന് ഭയന്നെങ്കിലും ഉടനെ തന്നെ മനസാന്നിധ്യം വീണ്ടെടുത്ത് ഞാൻ തീരെ ശബ്ദമുണ്ടാക്കാതെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അരികിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന ടോർച്ച് തപ്പിയെടുത്തു. ഒരു നിമിഷം അതും കയ്യിൽ പിടിച്ച് ഞാൻ നിശ്ചലനായി നിന്നു. എന്നിട്ട് ജനാലയ്ക്ക് നേരെ ഒറ്റച്ചാട്ടം വെച്ച് കൊടുത്തു. എൻ്റെ ആ നീക്കം അറിഞ്ഞിട്ടെന്നോണം കൃത്യം ഞാൻ ചാടിയ ആ നിമിഷം അയാളും പുറകോട്ട് ചാടി ഇരുട്ടിലേക്ക് മറഞ്ഞു. അതെന്നെ ശരിക്കും ഞെട്ടിച്ചു. കാരണം മുറിയിൽ എനിക്കെൻ്റെ കയ്യോ കാലോ പോലും കാണാൻ പറ്റാത്തത്ര ഇരുട്ടാണ്. എന്നിട്ടും എങ്ങനെയാണ് ഞാൻ ജനാലയുടെ നേർക്ക് എടുത്തു ചാടിയ കാര്യം അയാൾക്ക് മനസ്സിലായത്? ഞാൻ ജനാല തുറന്ന് ടോർച്ച് തെളിച്ച് നോക്കി. ആരെയും കാണുന്നില്ല. ഞാൻ കാട് കയറി കിടക്കുന്ന അടുത്തുള്ള പറമ്പിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരുന്ന എൻ്റെ ഒരു പഴയ ഫോൺ എടുത്ത് എൻ്റെ മുറിയുടെ പുറത്ത് മുകളിലെ ഒരു കൊളുത്തിൽ കെട്ടിവെച്ചു. രാത്രിയായപ്പോൾ ഞാൻ അതിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് വീഡിയോ റെക്കോർഡിംഗ് ഓൺ ചെയ്തു. ജനാലയ്ക്കൽ ആരെങ്കിലും വന്ന് നിന്നാൽ അതിൽ വ്യക്തമായി പതിയും. അന്ന് രാത്രി കിടക്കാൻ നേരം ഞാൻ വെളിയിലെ ലൈറ്റ് ഓൺ ചെയ്ത് തന്നെ ഇട്ടു. വരുന്നവൻ്റെ മുഖം ക്യാമറയിൽ പതിയണമെങ്കിൽ വെളിച്ചം വേണമല്ലോ. അതാരായിരിക്കും? എന്തിനായിരിക്കും ജനാലയ്ക്കൽ വന്നിങ്ങനെ നിൽക്കുന്നത്? വല്ല കള്ളന്മാരോ സാമൂഹ്യ വിരുദ്ധരോ ആയിരിക്കുമോ? ഉറങ്ങാൻ കിടന്ന എൻ്റെ മനസ്സിലേക്ക് കുറേ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കടന്നു വന്നു. ചിന്തകളിൽ മുഴുകി എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നീട് രാത്രി വീണ്ടും അത് സംഭവിച്ചു. മുറിയിൽ നല്ല തണുപ്പ്.
ഉറക്കത്തിൽ ഞാൻ പുതപ്പെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ കൈ അനങ്ങിയില്ല. തണുപ്പസഹ്യമായപ്പോൾ എനിക്ക് ആകെ ഒരു തരം അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. എങ്കിലും ഉറക്കത്തിൽ നിന്നും ഉണരാൻ എനിക്ക് കഴിഞ്ഞില്ല. മുറിയിൽ നല്ല തണുപ്പാണെന്നും പുറത്ത് ലൈറ്റ് ഓൺ ആണെന്നുമെല്ലാം ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മനസ്സിൻ്റെ തീരുമാനങ്ങൾ ശരീരത്തിന് നടപ്പിലാക്കാൻ കഴിയാതെ വരിക. ആ അവസ്ഥയിൽ ഞാൻ മാനസികമായി ഞെരിപിരികൊണ്ടു. എൻ്റെ ദേഹം ചലിപ്പിക്കാൻ ഞാൻ അനുസ്യൂതം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏറെ നേരത്തിന് ശേഷം ഞാൻ പൂർണ്ണമായ ഉണർവിലേക്കെത്തി. പുറത്തെ ലൈറ്റിൻ്റെ വെളിച്ചം മുറിയിലും നിറഞ്ഞിരുന്നു. ഞാൻ ജനാലയുടെ നേരെ നോക്കി. എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അതാ അവിടെ ആ അജ്ഞാതൻ നിൽക്കുന്നു. ലൈറ്റിൻ്റെ വെളിച്ചം മൂലം അയാളുടെ രൂപം കുറേയൊക്കെ വ്യക്തമാണ്. അനങ്ങാതെ കട്ടിലിൽ തന്നെ കിടക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഒരു ചുമരിൻ്റെ അപ്പുറത്ത് ഒരജ്ഞാതൻ നിൽക്കുന്നത് എന്നെ ഭയപ്പെടുത്തി. ഞാൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഒരു ചുവട് മുന്നോട്ട് വെച്ചതും ഉടനെ അയാൾ പുറകോട്ടൊരു ചുവട് വെച്ചു. ഞാൻ രണ്ടാമത്തെ ചുവട് വെച്ചതും ഒപ്പം അയാളും പുറകോട്ട് മറ്റൊരു ചുവട് കൂടി വെച്ചു. ഞാൻ നിശ്ചലനാവുമ്പോൾ അയാളും നിശ്ചലനാവുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എങ്ങനെയാണ് അയാൾക്ക് ഇത്ര കൃത്യമായി എൻ്റെ ചലനങ്ങൾ അറിയാൻ കഴിയുന്നത്? ഞാൻ നടന്ന് ജനാലക്കരികിലേക്ക് എത്തുമ്പോഴേക്കും അയാൾ ഇരുട്ടിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്തായാലും നേരം വെളുക്കട്ടെ, എന്നിട്ട് പുറത്തു വച്ചിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കാമെന്നും തീരുമാനിച്ച് ഞാൻ തിരികെ വന്ന് കിടന്നു. അടുത്ത ദിവസം രാവിലെ വലിയ പ്രതീക്ഷയോടെ പുറത്തു ചെന്ന് നോക്കി എനിക്ക് അങ്ങേയറ്റം ദേഷ്യവും നിരാശയും തോന്നി. തലേന്ന് മുകളിൽ കെട്ടിയുറപ്പിച്ചിരുന്ന ഫോൺ താഴെ കിടക്കുന്നു. ആരെങ്കിലും ആ കെട്ടഴിക്കാതെ അത് താഴെ വീഴില്ല. എന്തായാലും അതിൽ എന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ അതെടുത്തു നോക്കി. അതിലെ റെക്കോർഡിംഗ് അപ്പോഴും ഓണായിരുന്നു. അത് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ കഴിഞ്ഞ രാത്രിയിലെ ഭാഗങ്ങൾ പ്ലേ ചെയ്തു. ഒന്നുമില്ല. ഏതോ ഒരു സമയത്ത് ഫോൺ തനിയെ ഊർന്ന് താഴെ വീഴുന്നു. പിന്നെയുള്ളത് ആകാശത്തിൻ്റെ ദൃശ്യങ്ങൾ മാത്രമാണ്. ഫോൺ എറിഞ്ഞു പൊട്ടിക്കാനാണ് ആദ്യം എനിക്ക് തോന്നിയത്. ഒരു ദേഷ്യത്തിന് കിണറ്റിൽ ചാടിയാൽ 100 ദേഷ്യം വന്നാലും തിരിച്ചു കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തി ഞാൻ ഫോൺ പോക്കറ്റിലിട്ടു. ഒരുപക്ഷെ ഞാനിതിവിടെ കെട്ടിവെക്കുന്നത് രാത്രി വരുന്നവൻ കണ്ടു കാണും. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അനിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരിൽ ആരെങ്കിലും ആയിരിക്കുമോ രാത്രി വരുന്നത് എന്നുവരെ എനിക്ക് തോന്നി. ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ തനിച്ച് വീടിൻ്റെ തെക്കേ അതിരിലുള്ള പ്ലാവിൻ്റെ മറവിൽ പതുങ്ങി നിന്നു. ഒരു ധൈര്യത്തിനായി കയ്യിൽ ഒരു ഇരുമ്പ് പൈപ്പും പിന്നെ നല്ല ദൂരേക്ക് വെളിച്ചം തരാൻ കഴിയുന്ന ഒരു എമർജൻസി ലാമ്പും കരുതിയിരുന്നു. രാത്രി കനത്തു. ദൂരെയുള്ള വീടുകളിലെ വെളിച്ചമണഞ്ഞു. വീടുകളുടെ ശബ്ദമൊഴിച്ചാൽ എങ്ങും നിശബ്ദത മാത്രം. ആകാശം മേഘാവൃതമായിരുന്നതുകൊണ്ട് നിലാവും ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഒരേ നിൽപ്പ് തന്നെ തുടർന്നപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഫോണിൽ വല്ല സിനിമയും കണ്ടിരുന്നാലോ എന്നൊക്കെ തോന്നി. പക്ഷേ അത് ശ്രദ്ധ കുറയ്ക്കും. അയാൾ വന്നുപോയാൽ ചിലപ്പോൾ അറിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ തല നീട്ടി എൻ്റെ മുറിയുടെ ജനാലയ്ക്ക് നേരെ നോക്കിക്കൊണ്ടിരുന്നു. പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തിട്ടിരുന്നതുകൊണ്ട് അവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ലൈറ്റ് ഓൺ ചെയ്തിടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആ പഴയ ഫോൺ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ മുകളിൽ കെട്ടിവെച്ചിരുന്നു. കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ ആകെ ഒരു തണുപ്പ് പടരാൻ തുടങ്ങി. ഈ സ്ഥലത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ഈ തണുപ്പ് എന്നെ കുളിരണിയിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതെന്നെ അസ്വസ്ഥമാക്കുകയാണ് ചെയ്തത്. എന്തോ മോശമായത് സംഭവിക്കാൻ പോകുന്നു എന്നെൻ്റെ മനസ്സെന്നോട് പറയാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം തണുപ്പ് കൂടുതൽ കഠിനമായി. തണുത്തുറച്ച് എൻ്റെ പല്ലുകൾ കൂട്ടിയിടിച്ചു. അപ്പോഴാണ് മരത്തിൻ്റെ അപ്പുറത്തു നിന്നും ഒരു കാൽപ്പെരുമാറ്റം കേട്ട പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ആകാംക്ഷയോടെ തല നീട്ടി അവിടേക്ക് നോക്കി. കുറച്ചപ്പുറത്തേക്ക് മാറി അടുത്തുള്ള പറമ്പിൽ നിന്നും ആരോ നടന്നു വരികയാണ്. കിട്ടിയടാ നിന്നെ, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ലൈറ്റിൻ്റെ പ്രകാശപരിധിയിൽ നിന്നും മാറിയായിരുന്നു അയാൾ നടന്നിരുന്നത് എന്നതുകൊണ്ട് എനിക്ക് അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റൊരു കാര്യം എന്നെ ഭയപ്പെടുത്തി. അയാൾ എൻ്റെ നേരെയാണ് വരുന്നത്. ഞാനിവിടെ നിൽക്കുന്ന കാര്യം അയാൾ അറിഞ്ഞിരിക്കുന്നു. എന്തായാലും വരട്ടെ, നോക്കാം. ഞാൻ കയ്യിലെ ഇരുമ്പ് പൈപ്പ് മുറുക്കി പിടിച്ചു. അയാൾ അടുത്തെത്താറായതും ഞാൻ മരത്തിൻ്റെ മറവിൽ നിന്നും വെളിയിലേക്ക് എടുത്തു ചാടി എമർജൻസി ലാമ്പ് ഓൺ ചെയ്തു. ആ പ്രദേശമാകെ പ്രകാശം നിറഞ്ഞു, ഒപ്പം അയാളുടെ മുഖത്തും. അത് കണ്ടതും ഇടിവെട്ടേറ്റതുപോലെ ഞാൻ വിറങ്ങലിച്ചു പോയി. ഒരു പ്രേതത്തെ നേരിട്ട് കണ്ടാൽ പോലും ഞാൻ അത്രത്തോളം വഹിക്കില്ലായിരുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ കണ്ണുകൾ എന്നോട് കള്ളം പറയുകയാണോ എന്നുവരെ എനിക്ക് തോന്നി. കാരണം എനിക്ക് മുന്നിൽ നിൽക്കുന്നയാൾക്ക് എൻ്റെ മുഖമായിരുന്നു. മുഖം മാത്രമല്ല, രൂപവും എൻ്റേത് തന്നെ. എനിക്ക് തല ചുറ്റാൻ തുടങ്ങി. ഒരു നിമിഷം അതേ നിൽപ്പ് നിന്ന ശേഷം ഞാൻ പുറകോട്ട് മറിഞ്ഞു വീണു. ആരോ എവിടെയോ തട്ടുന്ന ശബ്ദം കേട്ടാണ് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത്. കുറച്ചു നേരം വേണ്ടി വന്നു എനിക്ക് സ്ഥലകാലബോധം വീണ്ടും കിട്ടാൻ.
പക്ഷേ അതെന്നെ കൂടുതൽ കുഴയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഞാനിപ്പോൾ എൻ്റെ മുറിയിൽ കട്ടിലിലാണ് കിടക്കുന്നത്. അമ്മ വാതിലിൽ തട്ടി വിളിക്കുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പുറത്തുപോയി നിന്ന് ഞാൻ തലചുറ്റി വീണതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി ഓർമ്മയുണ്ട്. അതിനുശേഷം എപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് മുറിയിൽ വന്ന് കിടന്നത്? എനിക്കൊരെത്തും പിടിയും കിട്ടിയില്ല. വാതിലിലെ മുട്ടൽ ഉച്ചത്തിലായപ്പോൾ ഞാൻ അലസതയോടെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് അമ്മ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. നേരം ഉച്ചയാവാറായി. എന്നിട്ടിപ്പോഴാണോ പുന്നാരമോൻ എഴുന്നേൽക്കാൻ തോന്നിയത്? അമ്മ ചോദിച്ചു. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ തോന്നി വേണ്ടെന്ന്. വെറുതെ അമ്മയെ കൂടി പേടിപ്പിക്കേണ്ട. ഒന്നും മിണ്ടാൻ നിൽക്കാതെ ഞാൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. എന്തോ ഒരു തളർച്ച പോലെ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രാത്രി എപ്പോഴാണ് ഞാൻ മുറിയിലേക്ക് വന്നത്? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരം ഞാൻ ചിന്തിച്ചു, ഇനി രാത്രി പുറത്തു പോയി നിന്നു എന്നതും എൻ്റെ രൂപമുള്ള ഒരാളെ കണ്ടു എന്നതും സ്വപ്നമായിരുന്നോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആ മരത്തിൻ്റെ മറവിൽ പോയി നിന്നതാണ്. തലചുറ്റി വീണ ശേഷം എപ്പോഴെങ്കിലും ഞാൻ തനിയെ എഴുന്നേറ്റ് വന്നു കാണും. അപ്പോഴാണ് പുറത്ത് ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ചോറ് കഴിച്ച് തീർക്കാൻ നിൽക്കാതെ ഞാൻ അത് പാതി വെച്ച് നിർത്തി എഴുന്നേറ്റ് പുറത്ത് ചെന്ന് നോക്കി. ഇത്തവണ ഞാൻ ശരിക്കും പകച്ചു പോവുകയാണ് ചെയ്തത്. കാരണം ഫോൺ അവിടെ കാണുന്നില്ല. ഞാൻ താഴേക്ക് നോക്കി. അവിടെയും അത് കാണുന്നില്ല. ഞാൻ ആ പരിസരമാകെ നടന്നു നോക്കി. ഇല്ല, ഒരിടത്തും ഫോൺ കാണുന്നില്ല. അതെവിടെ പോയി? ഇന്നലെ വന്നവൻ എടുത്തുകൊണ്ടു പോയിരിക്കുമോ? നിരാശനായി ഞാൻ തിരികെ വീടിനകത്തേക്ക് നടന്നു. കൈ കഴുകി തിരികെ മുറിയിൽ വന്നിരുന്ന എൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. ഉറക്കക്ഷീണം മാറിയിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ ഫോൺ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറയണമെന്നുണ്ട്. പക്ഷേ ആരെങ്കിലും എന്നെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ തല പെരുക്കാൻ തുടങ്ങി. ഞാൻ അനിലിനെ വിളിക്കാനായി ഫോൺ എടുത്തു. അത് ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കുത്തിയിടാനായി പ്ലഗിൻ്റെ അടുത്ത് ചെന്ന എനിക്ക് വീണ്ടും ആശയക്കുഴപ്പം അനുഭവപ്പെട്ടു. കാരണം ഇന്നലെ ഞാൻ എൻ്റെ പഴയ ഫോൺ ചാർജ് ചെയ്യാനായി വെച്ച ചാർജർ അവിടെ കാണുന്നില്ല. അതെവിടെ പോയി? ഫോൺ ഒരു പക്ഷേ രാത്രി വന്ന ആ മനുഷ്യൻ, അതോ പ്രേതമോ, അതോ മറ്റെന്തെങ്കിലുമോ? എന്തോ ആകട്ടെ, ആ സാധനം കൊണ്ടുപോയി കാണുമെന്ന് കരുതാം. പക്ഷെ ചാർജർ അതിവിടെ കാണേണ്ടതാണ്. ഞാൻ എൻ്റെ പഴയ പെട്ടിയെടുത്ത് തുറന്നു നോക്കി. ഞാൻ തരിച്ചുപോയി. അതിനുള്ളിൽ ഫോണും ചാർജറും ഇരിക്കുന്നു. എൻ്റെ കൈ ഉറച്ചു. ഞാനത് പുറത്ത് കെട്ടിവെച്ചതാണ്, അതും 2 തവണ. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ഞാൻ വിറച്ച് ഫോൺ എടുത്ത് നോക്കി. അതും ചാർജില്ലാതെ ഓഫാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അത് ചാർജ് ചെയ്യാനായി ഇട്ടുവെച്ചു. ആ സമയം മുഴുവൻ എനിക്ക് ഒരുതരം പരിഭ്രാന്തിയായിരുന്നു. കാരണം എനിക്ക് ഓർമ്മ തകരാറാണെന്ന് എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി. അതങ്ങനെയല്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫോൺ ചാർജായി വന്നപ്പോൾ ഞാൻ വേഗം അത് സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് അതിലെ ഗാലറി തുറന്ന് ക്യാമറ റെക്കോർഡിംഗ് എടുത്ത് നോക്കി. എൻ്റെ കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് താഴെ വീണു. അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വിശ്വസിക്കാനായില്ല. അതിലെ അവസാന വീഡിയോ 2 കൊല്ലം മുമ്പ് എടുത്തതായിരുന്നു. എനിക്ക് ഗുരുതരമായ ഓർമ്മ തകരാറ് സംഭവിക്കുകയാണെന്ന് അതോടെ ഞാൻ ഉറപ്പിച്ചു. ഓർമ്മ തകരാറ് മാത്രമല്ല, മിഥ്യാഭ്രമവും ബാധിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു നിരാശയോടെ ഞാൻ കട്ടിലിൽ ഇരുന്നു. ആരോടും ഒന്നും പറയാൻ തോന്നുന്നില്ല. അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ മുറിയിൽ തന്നെ ചെലവഴിച്ചു. അന്ന് രാത്രി അത്താഴം കഴിക്കാൻ അമ്മ വിളിച്ചെങ്കിലും തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ടിലിൽ ചുരുണ്ടുകൂടിയിരുന്നു. ആ ഇരുപ്പിൽ ഞാൻ എപ്പോഴോ കട്ടിലിൽ കിടന്ന് ഉറങ്ങിപ്പോയി. മുറിയിലെ കഠിനമായ തണുപ്പാണ് പിന്നെ എന്നെ ഉണർത്തിയത്. ഞാൻ തണുത്തു മരവിക്കുകയാണ്. എനിക്കൊന്നിനും സാധിക്കാത്തതുപോലെ. ദേഹം തളർന്ന ഒരവസ്ഥയാണ്. തൊട്ടടുത്ത് പുതപ്പ് കിടക്കുന്നുണ്ട്. പക്ഷേ അതെടുക്കാൻ കഴിയുന്നില്ല. ഇതെൻ്റെ തോന്നലല്ല, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പക്ഷേ അതെങ്ങനെ ഉറപ്പിക്കും? ഞാൻ എൻ്റെ ശരീരം അനക്കാൻ നോക്കി. കുറേ തവണ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചുമലുകൾ ചെറുതായൊന്നനങ്ങി. ശരീരത്തിലെ മരവിപ്പ് വിട്ടുമാറി. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ എൻ്റെ നോട്ടം ആദ്യം പോയത് ജനാലയുടെ നേർക്ക് തന്നെയായിരുന്നു. അതിനപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം എൻ്റെ ഫോണെടുത്ത് അവിടുത്തെ ഒരു ഫോട്ടോ എടുത്തു. പുറത്ത് നിലാവുള്ളതുകൊണ്ട് ജനാലയും അവിടെ നിൽക്കുന്ന ആളുടെ നിഴലും നല്ല വ്യക്തമായി ഫോട്ടോയിൽ പതിഞ്ഞു. ഞാനത് വേഗം തന്നെ അനിലിൻ്റെ ഫോണിലേക്ക് വാട്സപ്പിൽ അയച്ചിട്ടു. ഇതെൻ്റെ വെറും തോന്നലല്ല എന്ന് എനിക്ക് ഉറപ്പിക്കണം. ഞാൻ പതിയെ ജനാലയുടെ നേർക്ക് നടന്നു. ഇത്തവണ പക്ഷേ പുറത്തുള്ളയാൾ അനങ്ങിയില്ല. അതെൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. ജനാലയുടെ അടുത്തെത്തി അതിൻ്റെ ഒരു പാളി തുറന്ന് ഞാൻ പുറത്തേക്ക് നോക്കി. അവിടെ അയാൾ നിൽക്കുന്നു. എൻ്റെ അതേ മുഖമുള്ള അജ്ഞാതൻ. നിസ്സംഗമായ മുഖഭാവത്തോടെ അയാൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒച്ച പൊന്തിയില്ല. ഞാനാകെ ഭയന്നു പോയിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ ഞാൻ ഫോൺ അയാൾക്ക് നേരെ നീട്ടി ഒരു ഫോട്ടോ കൂടി ക്ലിക്ക് ചെയ്തു. ക്യാമറ ഫ്ലാഷ് മിന്നിച്ച് ആ ദൃശ്യം ഒപ്പിയെടുത്തു.
ഉടനെ തന്നെ അതും ഞാൻ അനിലിൻ്റെ നമ്പറിലേക്ക് അയച്ചിട്ടു. ഇനി എന്ത്? പുറത്തേക്കിറങ്ങി നോക്കണോ? അതിനുള്ള ധൈര്യം ഇപ്പോഴെനിക്കില്ല. നിങ്ങളാരാ? വിറയാർന്ന ശബ്ദത്തിൽ ഞാൻ വിക്കി വിക്കി ചോദിച്ചു. മറുപടി വന്നില്ല. ഏതാനും നിമിഷങ്ങൾ എന്നെ തന്നെ നോക്കി നിന്ന ശേഷം അയാൾ പതിയെ തിരിഞ്ഞ് നടന്ന് ഇരുട്ടിലേക്ക് മറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. എന്നാൽ എന്തോ എനിക്ക് ആകെ മൊത്തം ഒരു തളർച്ച പോലെ. തലയ്ക്ക് ഭാരം അനുഭവപ്പെടുന്നു. കൺപോളകൾ അടഞ്ഞു വരുന്നു. എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. നേരം പുലർന്നിരിക്കുന്നു. ഉറക്കച്ചടവോടെ ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. കണ്ണു തിരുമ്മി ഞാൻ ഫോൺ കയ്യിലെടുത്തു. അനിലാണ് വിളിക്കുന്നത്. അപ്പോഴാണ് തലേന്ന് രാത്രിയിലെ സംഭവങ്ങൾ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. നീ എന്താ വാട്സപ്പിൽ അയച്ചിരുന്നത്? ഫോൺ എടുത്ത പാടെ അവൻ ചോദിച്ചു. നീ അത് കണ്ടോ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. എങ്ങനെ കാണാനാ? നീ അത് ഡിലീറ്റ് ചെയ്തില്ലേ? മറുതലയ്ക്കിൽ നിന്നും അവൻ്റെ ശബ്ദം. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാനത് ഡിലീറ്റ് ചെയ്തെന്നോ? എപ്പോ? എടാ, നീ കേൾക്കുന്നുണ്ടോ? അനിൽ ചോദിച്ചു. അതിന് മറുപടി പറയാതെ ഞാൻ ഫോൺ കട്ട് ചെയ്ത് വാട്സാപ്പ് തുറന്നു നോക്കി. രാത്രി ഞാൻ അവൻ അയച്ച 2 മെസ്സേജുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ വേഗം ഗാലറി തുറന്നു നോക്കി. തലേന്ന് രാത്രി എടുത്ത 2 ഫോട്ടോകളും അതിൽ കാണുന്നില്ല. എന്താണ് ഇതിൻ്റെയെല്ലാം അർത്ഥം എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അനിൽ വീണ്ടും വിളിച്ചു. ഞാൻ യാന്ത്രികമായി കോൾ എടുത്തു. എടാ, എന്താ സംഭവം? അവൻ ചോദിച്ചു. ഒന്നുമില്ലടാ, അയച്ചത് മാറിപ്പോയതാണ്, ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയില്ല, അങ്ങനെ പറയാനാണ് എനിക്കപ്പോൾ തോന്നിയത്. ആ ശരിയെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഞാൻ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഫോൺ മുഴുവൻ പരതി നോക്കി. ഒരിടത്തും ഇന്നലെ രാത്രി എടുത്ത ചിത്രങ്ങൾ കാണുന്നില്ല. അനിലിന് 2 ചിത്രങ്ങളും അയച്ചിരുന്നത് രാത്രി 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയപ്പോഴാണ്. ഡിലീറ്റ് ചെയ്ത ഭാഗത്ത് സമയം കാണിക്കുന്നുണ്ട്. അവന് ആ ഫോട്ടോകൾ അയച്ചിരുന്നില്ല എങ്കിൽ ഇന്നലെ രാത്രി നടന്നതെല്ലാം എൻ്റെ മിഥ്യാഭ്രമങ്ങൾ മാത്രമാണെന്ന് ഞാൻ കരുതിയേനെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റ് നടക്കുന്ന പോലെ ഇനി ഞാൻ ഉറക്കത്തിൽ ഫോട്ടോ എടുത്ത് അയച്ച ശേഷം ഡിലീറ്റ് ചെയ്തതായിരിക്കുമോ? മുമ്പൊരാൾ ഉറക്കത്തിൽ കാർ ഓടിച്ചു പോയി തൻ്റെ ബന്ധുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കാര്യം യൂട്യൂബിൽ കണ്ടത് എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ ഇതും സംഭവിക്കാവുന്നതേയുള്ളൂ. അതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഞാൻ ഉറക്കത്തിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും? അതാലോചിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ഞാനിപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിലും അതെല്ലാം മറിച്ച് എൻ്റെ തോന്നലുകളാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. സ്വയം വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. ഇന്ന് ജോലിക്ക് പോകണം. എനിക്കാണെങ്കിൽ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും കഴിയാത്തത്ര ക്ഷീണം തോന്നുന്നുമുണ്ട്. എങ്ങനെയൊക്കെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഞാൻ ജോലിക്കിറങ്ങി. അപ്പോഴും ക്ഷീണം മാറിയിരുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ബസ്സിനാണ് അന്ന് ഓഫീസിലേക്ക് പോയത്. മൊത്തത്തിൽ ഒരു മന്ദത ബാധിച്ച പോലെ ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ ശേഷം ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഭവിക്കുന്ന കാര്യങ്ങൾ അന്നും മാറ്റമില്ലാതെ ആവർത്തിച്ചു. അതോടെ എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ നിസ്സഹായനായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. യാഥാർത്ഥ്യത്തിനും തോന്നലുകൾക്കും മധ്യേയുള്ള നൂൽപ്പാലത്തിലൂടെ എൻ്റെ മനസ്സ് സഞ്ചരിച്ചു. അന്ന് നേരം പുലർന്ന ശേഷം ജോലിക്ക് പോകാനായി പുറത്തേക്കിറങ്ങിയ എന്നെ നോക്കി വീട്ടിലെ പട്ടി അസാധാരണമായി കുരയ്ക്കാൻ തുടങ്ങി. ഞാൻ അടുത്തേക്ക് ചെന്നതും ഭയന്നിട്ടെന്ന പോലെ അത് മുരണ്ടുകൊണ്ട് പുറകോട്ട് മാറി. ഇവനിതെന്തു പറ്റി? പട്ടിയുടെ കുര കേട്ട് പുറത്തേക്ക് വന്ന അമ്മയോട് ഞാൻ ചോദിച്ചു. അവനെ കല്ലെറിഞ്ഞതും പോരാഞ്ഞ് എന്തു പറ്റിയെന്നോ? അമ്മ അരിശത്തോടെ പറഞ്ഞു. കല്ലെറിഞ്ഞെന്നോ? ഞാനോ? അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് ശരി, അപ്പോൾ പുന്നാരമോൻ മദ്യപാനവും തുടങ്ങിയോ? ഇന്നലെ രാത്രി നീ പുറത്തുപോയി വന്ന നേരത്ത് ഒരു കാര്യവുമില്ലാതെ ഇവിടെ കിടക്കുകയായിരുന്ന ഇവനെ കല്ലെടുത്തെറിഞ്ഞു. പാവം, അവന് നല്ലപോലെ വേദനിച്ചു. അമ്മ പട്ടിയെ സഹതാപത്തോടെ നോക്കി. ഞാനാകെ തരിച്ചുപോയി. ഇന്നലെ രാത്രി ഞാൻ പുറത്തുപോയെന്നോ? ഇല്ലെന്നെനിക്ക് ഉറപ്പാണ്. കാരണം തലേന്ന് രാത്രിയിലെ ക്ഷീണം കാരണം ഭക്ഷണം കഴിച്ച് ഞാൻ നേരെ ഉറങ്ങാൻ കിടന്നു. അതിനിടയിൽ ഞാൻ പുറത്ത് പോയിട്ടേയില്ല. എങ്കിലും അമ്മയോടൊന്നും പറയാൻ നിൽക്കാതെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അന്നും എനിക്ക് കടുത്ത ഉറക്കക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ തുടർന്നാൽ നിത്യജീവിതം പോലും ദുസ്സഹമായി മാറും. അതുകൊണ്ട് അന്ന് ജോലി കഴിഞ്ഞ ശേഷം ഞാൻ ഓഫീസിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. എൻ്റെ മുഖത്തു നിന്നും തന്നെ ഡോക്ടർക്ക് എനിക്ക് എത്രമാത്രം ഓർമ്മക്കുറവുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം കുറിച്ച് തന്ന മരുന്നുകളും വാങ്ങി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. തിരികെയുള്ള യാത്രയിൽ ഞാൻ ബസ്സിലിരുന്നുറങ്ങിപ്പോയി. അതെൻ്റെ ഒരു ശീലമായി മാറിയിരുന്നു. ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ എന്നെയും കാത്ത് ഒരയൽക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. മോനെ, കഴിഞ്ഞ ആഴ്ച വാങ്ങിയ പൈസ ഇതുവരെ കിട്ടിയില്ല. 2 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞാണല്ലോ മോൻ വാങ്ങിയത്. വീട്ടിലെ കാര്യവും ഇത്തിരി കഷ്ടത്തിലാണേ. എന്നെ കണ്ടയുടനെ അയാൾ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അയാളുടെ പക്കൽ നിന്നും പൈസ വാങ്ങിയെന്നല്ലേ അയാൾ പറയുന്നത്?
ഞാൻ അയാളോട് സംസാരിക്കാറ് പോലുമില്ല, പിന്നെയല്ലേ പൈസ കടം വാങ്ങുന്നത്. അത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് കയറി. അയാൾ കുറേ നേരമായി നിന്നെയും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നീ എന്താ വൈകിയത്? അമ്മ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് പോയി. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പൈസ വാങ്ങിയിട്ടില്ല എന്നുറപ്പാണ്. അതോ ഇനി അക്കാര്യവും ഞാൻ മറന്നതാകുമോ? കുറച്ചു നേരം കഴിഞ്ഞിട്ടും എന്നെ പുറത്ത് കാണാതായപ്പോൾ അമ്മ മുറിയിലേക്ക് വന്നു. നീ പൈസ കൊടുക്കുന്നില്ലേ? അയാളവിടെ കാത്തു നിൽക്കുകയാണ്, അമ്മ പറഞ്ഞു. എന്താണ് പറയേണ്ടത്? ഞാൻ പൈസ വാങ്ങിയിട്ടില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഉണ്ടെങ്കിൽ തന്നെ എത്ര രൂപയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് പോലും അറിയില്ല. നിന്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം. ഞാൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അമ്മ പുറത്തേക്ക് പോയി. അവൻ എത്രയാ തരാനുള്ളത്? അമ്മ അയാളോട് ചോദിക്കുന്നത് കേട്ടു. 2000 എന്ന് അയാളുടെ മറുപടി വന്നു. ഞാനൊന്ന് ഞെട്ടി. 2000 രൂപയോ? അയാൾ ചുമ്മാ നുണ പറഞ്ഞ് പൈസ തട്ടാൻ വന്നതായിരിക്കും. പുറത്തുപോയി അയാളെ ആട്ടിവിട്ടാലോ എന്നെനിക്ക് തോന്നി. പക്ഷേ എനിക്കതിനുള്ള ആത്മവിശ്വാസമില്ല. ആത്മവിശ്വാസം അഥവാ അവനവനിൽ തന്നെയുള്ള വിശ്വാസം. ഓരോ മിഥ്യാഭ്രമങ്ങളും ഓർമ്മക്കുറവുകളുമായി നടക്കുന്ന ഞാൻ എന്തർത്ഥത്തിൽ എന്നെ വിശ്വസിക്കും? ആര് കൈയൊഴിഞ്ഞാലും ആത്മവിശ്വാസം കൈമുതലുള്ളവന് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ എൻ്റെ സ്ഥിതി അതല്ല. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അല്ല, മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പോലും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഞാൻ മുന്നിലെ മേശപ്പുറത്ത് മുഖം അമർത്തി ചാഞ്ഞു കിടന്നു. ആ സമയം അനിലിൻ്റെ കോൾ വന്നു. ഞാനതെടുക്കാൻ നിന്നില്ല. എനിക്ക് ആരെയും കാണാനും സംസാരിക്കാനും തോന്നുന്നില്ല. അന്ന് രാത്രി ഞാൻ ഗുളികയും കഴിച്ച് ഉറങ്ങാൻ കിടന്നു. അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം ആ രാത്രിയും സ്ഥിരം സംഭവിക്കാറുള്ളതുപോലെ മുറിയിൽ തണുപ്പ് നിറഞ്ഞു. പുറത്തു നിന്നുകൊണ്ട് ആരോ എന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്ക് ഉണരാൻ കഴിയുന്നില്ല. ഞാൻ കിടക്കയിൽ കിടന്ന് വീർപ്പുമുട്ടി. സാധാരണഗതിയിൽ കുറേയൊക്കെ ശ്രമിച്ചാൽ എനിക്ക് ദേഹം ചലിപ്പിക്കാനും ഉറക്കത്തിൽ നിന്ന് ഉണരാനും കഴിയാറുള്ളതാണ്. പക്ഷേ ഇപ്പോഴെനിക്ക് അതിന് ശ്രമിക്കാൻ പോലും പറ്റുന്നില്ല. പുലർച്ചെ വരെ ആ സ്ഥിതി തുടർന്നു. ഒടുവിൽ നേരം വെളുത്തപ്പോൾ ഞാൻ കണ്ണു തുറന്നു. കൺപോളകൾ വീർത്ത് കനം തൂങ്ങി നിൽക്കുകയാണ്. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഞാൻ നിലതെറ്റി വീഴാൻ പോയി. മേശപ്പുറത്ത് കൈകുത്തിയതുകൊണ്ട് മാത്രം ഞാൻ താഴെ വീണില്ല. ഒരു വിധത്തിലാണ് ഞാൻ ആ ദിവസം തള്ളി നീക്കിയത്. അന്ന് രാത്രി ഏതാണ്ട് 8 മണി കഴിഞ്ഞ നേരത്ത് അനിൽ വീണ്ടും എന്നെ ഫോണിൽ വിളിച്ചു. ഇന്നും പക്ഷേ ഞാനതെടുക്കാൻ നിന്നില്ല. പുറത്തെങ്ങും പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ആ സമയത്താണ് പുറത്ത് വാഷിംഗ് മെഷീനിൽ തുണി അലക്കുകയായിരുന്ന അമ്മ ഗ്യാസ് ഓഫ് ചെയ്യാൻ എന്നോട് വിളിച്ചു പറയുന്നത്. ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് അത് ഓഫ് ചെയ്ത് തിരികെ മുറിയിൽ വന്നിരുന്നു. കുറേ നേരം ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാതെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും ഉച്ചത്തിലുള്ള അമ്മയുടെ ശബ്ദം കേട്ടത്. അത് കേട്ട് ഞാൻ അവിടേക്ക് ഓടിച്ചെന്നു. നിന്നോട് ഇത് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്തെടുക്കുകയായിരുന്നു? എന്നെ നോക്കാതെ അടുപ്പത്തിരിക്കുന്ന പാത്രം ഇറക്കി വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. ഞാനത് ഓഫ് ചെയ്തിരുന്നല്ലോ, ചെറിയ സംശയത്തോടെ ഞാൻ പറഞ്ഞു. എന്നിട്ടാണോ ഈ പാല് കരിഞ്ഞു പോയത്? ഇത് തിളച്ചു പൊന്തി അടുപ്പിലേക്ക് വീണ് തീ കെട്ടിരിക്കുകയായിരുന്നു. അമ്മ അത് പറഞ്ഞപ്പോഴാണ് അടുക്കളയിൽ ഗ്യാസിൻ്റെ ഗന്ധം നിറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. കൊതുകിൻ്റെ ശല്യമുള്ളതുകൊണ്ട് അമ്മ പുറത്ത് കൊതുക് തിരി കത്തിച്ചു വെച്ചിരുന്നു. എന്തോ ഭാഗ്യത്തിന് അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മ അതെടുത്തില്ല. അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. അത് അമ്മ കാണാതിരിക്കാൻ ഞാൻ ഉടനെ മുറിയിൽ കയറി കതകടച്ചു. ഞാനത് ഓഫ് ചെയ്തിരുന്നില്ലേ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അമ്മ വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്ത ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കാനാണ്? അമ്മ അത് പറയുന്ന നേരത്ത് ഞാൻ അർദ്ധമയക്കത്തിലായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പോയി ഗ്യാസ് ഓഫ് ചെയ്യുന്നതായി ആ സമയത്തുണ്ടായ ഒരു തോന്നലായിരുന്നെങ്കിലോ? ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയ ഞാൻ എൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. എന്നിട്ട് മുറിയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. മുറിയിൽ നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു ജനാല അല്പം തുറന്നിട്ടു. അന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറെ കണ്ടു വാങ്ങിയ ഗുളികകൾ എടുത്തു കഴിച്ചു. അവ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് തലേന്ന് രാത്രി ഉണ്ടായ അവസ്ഥ ഞാൻ ഓർത്തത്. ഇനി അവ കഴിക്കേണ്ട എന്ന് രാവിലെ ഉണർന്നപ്പോൾ തീരുമാനിച്ചിരുന്നതുമാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാനില്ല. നിന്നുകൊണ്ട് ഉറക്കം തൂങ്ങിയ ഞാൻ ജനാല ചാരിയിട്ട ശേഷം കട്ടിലിൽ ചെന്ന് കിടന്നു. ഉറക്കത്തിനിടയിൽ ആരൊക്കെയോ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ അർദ്ധബോധാവസ്ഥയിലേക്കെത്തി. ഉണരാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ശബ്ദങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഒന്ന് അമ്മയുടെ ശബ്ദമാണ്, മറ്റേത് എൻ്റേതും. അർദ്ധനിദ്രാവസ്ഥയിലും ഞാനൊന്ന് ഞെട്ടി. അമ്മ എൻ്റെ ശബ്ദവുമായി വഴക്കിടുകയാണ്. ഉറക്കത്തിൽ നിന്നും ഉണരാൻ ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. മുമ്പ് ചെയ്തിരുന്ന പോലെ ചുമലുകൾ ചലിപ്പിക്കാൻ നോക്കിയെങ്കിലും അതും പരാജയപ്പെട്ടു. അതിനിടയിൽ എപ്പോഴോ എൻ്റെ കണ്ണുകൾ പാതി തുറക്കപ്പെട്ടു. ഒരുതരം മായികാവസ്ഥയിൽ ഞാൻ നേരെ നോക്കിക്കിടന്നു. അമ്മയുടെ നേരെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ രൂപത്തെ തുറന്നു കിടക്കുന്ന ജനൽപ്പാളിയുടെ വിടവിലൂടെ ഞാൻ കണ്ടു.
ഗ്യാസ് ഓഫ് ചെയ്ത കാര്യവും പറഞ്ഞ് ആ രൂപം അമ്മയോട് തർക്കിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നുമില്ല. അപ്പോൾ ഇതൊന്നും എൻ്റെ വെറും തോന്നലുകളും ഓർമ്മക്കുറവുകളുമൊന്നുമല്ല, എല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ ആ ഗ്യാസ് ഓഫ് ചെയ്തത് തന്നെയാണ്. ആ രൂപമാണ് അത് ഓൺ ചെയ്തത്. ആരാണ് അയാൾ? എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? അമ്മയ്ക്ക് പോലും എന്നെയും ആ രൂപത്തിനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഒന്നെഴുന്നേറ്റ് അവിടേക്ക് ചെല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ശരീരം വഴങ്ങുന്നില്ല. അവർ തമ്മിലുള്ള കലഹം വർദ്ധിച്ചു വരികയാണ്. അമ്മ എന്തോ പറഞ്ഞ് ദേഷ്യപ്പെട്ടതും ആ രൂപം അമ്മയെ ആഞ്ഞു തള്ളി. അമ്മ നിലത്തേക്ക് മറിഞ്ഞു വീണു. എനിക്ക് ഓടിച്ചെന്ന് അമ്മയെ താങ്ങിയെടുക്കാനും അവൻ്റെ ആ കൈകൾ വെട്ടിമാറ്റാനും തോന്നി. അത് തിരിച്ചറിഞ്ഞിട്ടെന്നോണം ആ രൂപം അവിടെ നിന്നുകൊണ്ട് എന്നെ പാളി നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചു. ഞാൻ നിസ്സഹായനായി കട്ടിലിൽ കണ്ണു തുറന്നു കിടന്നു. ദേഹത്തെ ഒരു പേശി പോലും അനക്കാൻ കഴിയുന്നില്ല. ഒരു തുള്ളി കണ്ണുനീർ എൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്കൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. തർക്കം അവസാനിച്ചു എന്ന് പിന്നീട് വേറെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ എനിക്ക് മനസ്സിലായി. ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി ഞാൻ കണ്ണുകൾ അടച്ചു കിടന്നു. ആ സമയം ഞാനൊരു തീരുമാനമെടുത്തു. എന്തു വില കൊടുത്തായാലും വേണ്ടില്ല, ഇത് ഞാൻ അവസാനിപ്പിക്കും. അടുത്ത ദിവസം രാവിലെ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. അത് ചെയ്തത് ഞാനല്ല, പക്ഷേ അമ്മയുടെ മനസ്സിൽ അത് ഞാനാണ്. വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം അക്കാര്യം അമ്മയെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അമ്മയും എന്നോടൊന്നും സംസാരിച്ചില്ല. എന്നെ ഒന്ന് വഴക്ക് പറയുകയെങ്കിലും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒന്നുമുണ്ടായില്ല. പരസ്പരം മിണ്ടാതെ രണ്ടപരിചിതരെ പോലെ ഞങ്ങൾ മാറി നിന്നു. അന്ന് ജോലിക്ക് പോകുന്നതിനു പകരം ഞാൻ നേരെ പോയത് ഒരു മന്ത്രവാദിയുടെ ആശ്രമത്തിലേക്കായിരുന്നു. ഓഫീസിലേക്ക് പോകും വഴി ഞാൻ ആ ആശ്രമത്തിൻ്റെ ബോർഡ് പലതവണ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അത് കാണുമ്പോൾ പുച്ഛമായിരുന്നു തോന്നിയിരുന്നത്. ഇന്ന് വിധി എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ആശ്രമത്തിനു മുന്നിൽ നീണ്ട വരിയിലെ ഒരുവനായി ഞാനും നിന്നു. ഓരോരുത്തരായി അകത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇയാൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തതുകൊണ്ട് പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെ എന്തെല്ലാമാണ് പറയേണ്ടത് എന്ന് ഓർത്ത് ഞാൻ നിന്നു. എൻ്റെ മുന്നിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞു. ഒടുവിൽ എൻ്റെ ഊഴമായി. ഞാൻ അകത്തേക്ക് ചെന്നു. ഇയാൾക്ക് പാതി ജീവനില്ലല്ലോ, അതെവിടെ പോയി? എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കവടിപ്പലകയ്ക്കപ്പുറം ഇരുന്ന് ചുവന്ന പട്ടുപുതച്ച കട്ടിത്താടിയുള്ള മധ്യവയസ്കൻ ചോദിച്ചു. അത് കേട്ട് ഞാൻ പകച്ചുപോയി. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അയാൾ മുന്നിലെ കസാര ചൂണ്ടി എന്നോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഞാൻ യാന്ത്രികമായി അതിൽ ചെന്നിരുന്നു. എന്താണ് പറയാനുള്ളത് എന്ന ഭാവത്തിൽ കവടി ഒതുക്കി വെച്ച ശേഷം അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷത്തിന് ശേഷം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ആ മനുഷ്യനോട് വിവരിച്ചു. നിർവികാരതയോടെ അയാൾ അത് മുഴുവനും കേട്ടിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കരയുകയായിരുന്നു. അതെൻ്റെ മനസ്സിലെ ഭാരം കുറച്ചു. അയാൾ കുറച്ചു നേരം ധ്യാനിക്കാനെന്ന പോലെ കണ്ണുകൾ അടച്ചിരുന്നു. ഛായാജന്മം. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അയാൾ പറഞ്ഞു. അതിനുശേഷം കണ്ണു തുറന്ന് എന്നെ നോക്കി. അതൊരു ഛായാജന്മമാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ചില പ്രത്യേക മുഹൂർത്തങ്ങളിൽ പ്രകൃതിയിലെ ഊർജം ഉൾക്കൊണ്ട് സ്വയം ഉറവം കൊള്ളുന്നവയാണ് ഛായാജന്മങ്ങൾ. എപ്പോൾ എവിടെ വെച്ച് അത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. പ്രകൃതിയിൽ നിന്നും ഊർജം സംഭരിച്ച് ജന്മം കൊള്ളുമെങ്കിലും അവയ്ക്ക് നിലനിൽക്കണമെങ്കിൽ മറ്റൊരു സജീവമായ ജീവസ്രോതസ് ആവശ്യമാണ്. ഊർജം ആഗിരണം ചെയ്യപ്പെടുന്ന ജീവസ്രോതസ്സിൻ്റെ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും പിന്നീട് അത് നിലനിൽക്കുക. ഇവിടെ നിങ്ങളാണ് ആ ജീവസ്രോതസ്. നിങ്ങളിൽ നിന്നുമാണ് അത് ഊർജം ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കാരണത്താലാണ് നിങ്ങൾക്ക് സദാ തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുന്നത്. അയാൾ ഒന്ന് പറഞ്ഞു നിർത്തി. അത് കേട്ട് ഞാൻ കണ്ണുമിഴിച്ച് അയാളെ തന്നെ നോക്കിയിരുന്നു. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, ചില ജീവികൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്, അയാൾ തുടർന്നു. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില വളർത്തുമൃഗങ്ങളുടെ അതേ രൂപമുള്ള മറ്റൊന്ന് എവിടെ നിന്നില്ലാതെ പ്രത്യക്ഷമാവുന്നത്. അതും ഇത്തരം ഛായാജന്മങ്ങളാണ്. ഇതിനൊരു പരിഹാരമില്ലേ? പരിഭ്രമത്തോടെ ഞാൻ ചോദിച്ചു. ഉണ്ട്, അതിന് 2 മാർഗങ്ങളുണ്ട്. പക്ഷേ രണ്ടും നിങ്ങളെക്കൊണ്ട് കഴിയില്ല. കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതും ഞാൻ ഈ പറയുന്നതും ഇതേ സമയം തന്നെ നിങ്ങളുടെ പ്രതിരൂപവും അറിയുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ പോലും അതിന് വായിക്കാൻ പറ്റും. ഇത്തരം ഒരവസ്ഥയിൽ നിങ്ങൾ എന്തു ചെയ്യാനാണ്? അത് കേട്ട് ഞാൻ ആകെ തകർന്നുപോയി. അപ്പോൾ ഞാൻ ഇതെൻ്റെ വിധിയായി കണ്ട് കീഴടങ്ങണമെന്നാണോ? നിരാശനായി ഞാൻ ചോദിച്ചു. അതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഊർജത്തെ വികേന്ദ്രീകരിക്കുക എന്നതാണ് അതിനെ ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത്. അയാൾ പറഞ്ഞത് കേട്ട് വീണ്ടും പ്രതീക്ഷയോടെ ഞാൻ അയാളെ നോക്കി. പക്ഷേ ആ മാർഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതറിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ പ്രതിരൂപം അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. പിന്നെ എന്തു ചെയ്യും? അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ചോദിച്ചു.
ഒരു നിമിഷം എന്തോ ആലോചിച്ച ശേഷം തൻ്റെ അനുയായികളിൽ ഒരാളെ അകത്തേക്ക് വിളിച്ച് ചെവിയിൽ എന്തോ പറഞ്ഞു. അയാൾ അതിനു മറുപടിയായി തലയാട്ടി പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അയാൾ ഒരു തളികയിൽ പട്ടിൽ പൊതിഞ്ഞ ഏതാനും തകിടുകളുമായി വന്നു. അയാളവ മേശപ്പുറത്ത് വെച്ചു. ഇത് ദുഷ്ടശക്തികളുടെ സ്വാധീനത്തിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നതിനായി വീടിരിക്കുന്ന പറമ്പിൻ്റെ നാലതിരുകളിലും സ്ഥാപിക്കാറുള്ള രക്ഷകളാണ്. ഇത്തരം രക്ഷകൾ മുന്നേ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. അയാളൊന്ന് നിർത്തി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, വന്നത് വന്നു, ഇനി പ്രതിരോധിക്കുക തന്നെ. ഈ 4 തകിടുകൾ മണ്ണിൽ 3 ചതുർശ്രാടി മാത്രം വിസ്തീർണം വരുന്ന സമചതുരമുണ്ടാക്കി അതിൻ്റെ 4 അതിരുകളിലും സ്ഥാപിക്കണം. അതോടെ അവിടെ ഒരു ഊർജ്ജ വലയം രൂപം കൊള്ളും. അതിനുശേഷം നിങ്ങളുടെ ആ പ്രതിരൂപത്തിനെ രക്ഷയുടെ സ്വാധീന വലയത്തിനുള്ളിലേക്ക് എത്തിക്കണം. അതിനകത്ത് പ്രവേശിക്കുന്ന നിമിഷം പ്രതിരൂപത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഊർജം വികേന്ദ്രീകരിക്കപ്പെടും. അതോടെ അതിന് നിലനിൽപ്പില്ലാതാവും. ഇതാണ് 1ാമത്തെ മാർഗം. ഒന്ന് നിർത്തിയ ശേഷം അയാൾ പറഞ്ഞു, പക്ഷേ പ്രശ്നമെന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇതെവിടെ കുഴിച്ചിട്ടാലും നിങ്ങളുടെ പ്രതിരൂപവും ആ നിമിഷം അതറിയും. നിങ്ങൾക്കറിവുള്ളതെല്ലാം അതിനുമറിയാം. എന്താണ് 2ാമത്തെ മാർഗം? ഈ മാർഗം നടക്കില്ല എന്ന് കണ്ട ഞാൻ ജിജ്ഞാസയോടെ ചോദിച്ചു. അതിനയാൾ മറുപടി പറയാൻ അല്പം താമസിച്ചു. നിങ്ങളിൽ നിന്നും ജീവശക്തിയെ ആഗിരണം ചെയ്താണ് അത് നിലനിൽക്കുന്നത്. നിങ്ങളില്ലാതായാൽ അതിനും നിലനിൽപ്പില്ലാതാവും. തികഞ്ഞ നിർവികാരതയോടെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നാണോ? നേരത്തെ ഒരു വിതുമ്പലോടെ ഞാൻ ചോദിച്ചു. എന്ന് ഞാൻ പറഞ്ഞില്ല. മാത്രമല്ല 1ാമത്തെ മാർഗം അവലംബിക്കാൻ വേറൊരു വഴിയുമുണ്ട്. നിങ്ങളത് ചിന്തിക്കുമെന്നാണ് ഞാൻ കരുതിയത്, അയാൾ പറഞ്ഞു. എന്തു വഴി? എനിക്ക് ചെറിയ പ്രതീക്ഷ തോന്നി. നിങ്ങൾക്കറിവുള്ളത് മാത്രമേ അതിനും അറിയൂ. തകിടുകൾ കുഴിച്ചിടുന്നത് മറ്റൊരാളാണെങ്കിൽ അതെവിടെയാണ് എന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ ആ പ്രതിരൂപത്തിനും അതറിയാൻ കഴിയില്ല. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇത്ര നിസ്സാരമായ ഒരു കാര്യം ഞാൻ എന്തേ ചിന്തിക്കാതെ പോയത്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അയാൾ ഓർമ്മിപ്പിച്ചു. ആരാണോ തകിടുകൾ കുഴിച്ചിടുന്നത് ആ സമയത്ത് ആ ആൾക്ക് നിങ്ങളെ വ്യക്തമായി കാണാൻ കഴിയണം. അല്ലാത്ത പക്ഷം പ്രതിരൂപം നിങ്ങളെന്ന വ്യാജേന അയാളെ സമീപിക്കും. കാരണം നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമെന്നും അതിനറിയാം. ഓ, വല്ലാത്തൊരവസ്ഥ തന്നെ, ഞാൻ ചിന്തിച്ചു. പൈസയുടെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പൂർണ്ണ ജീവനുമായി വന്നു നൽകിയാൽ മതിയെന്നും പറഞ്ഞ് എന്നെ ആശീർവദിച്ചു. അയാൾക്ക് നന്ദി പറഞ്ഞ് തകിടുകളും വാങ്ങി ഞാൻ തിരികെ പോന്നു. പോകും വഴി കൃഷിക്കാവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിലും ഞാൻ കയറി. അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നതിനു പകരം ഞാൻ നേരെ അനിലിൻ്റെ അടുത്തേക്കാണ് പോയത്. സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അനിൽ പുറത്തെവിടെയോ പോകാൻ നിൽക്കുകയായിരുന്നു. അവനോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് എനിക്കറിയില്ലായിരുന്നു. 2 ദിവസമായി നിന്നെ ഫോണിൽ വിളിക്കുന്നു, നീ എൻ്റെ ഫോൺ എടുക്കാതിരുന്നത്? വീട്ടിൽ വന്നപ്പോൾ അവിടെയും കണ്ടില്ല. എന്തായാലും നീ വന്നത് നന്നായി, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്നെ കണ്ട അനിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ അവനോട് പറയാൻ വന്ന കാര്യമായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റാരും കേട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അവൻ്റെ ബൈക്കിന് പുറകിൽ കയറി. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. പകരം വിജനമായ ഒരു മൊട്ടക്കുന്നിൻ്റെ താഴ്വാരത്തെത്തിയപ്പോൾ വണ്ടി ഒന്ന് നിർത്താൻ മാത്രം ആവശ്യപ്പെട്ടു. എനിക്ക് മൂത്രമൊഴിക്കാനോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി അവൻ ബൈക്ക് ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. ബൈക്കിൽ നിന്നും ഇറങ്ങി ഞാൻ ഒന്ന് പരുങ്ങി നിന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ അവൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയില്ല. ഒരു നിമിഷത്തിന് ശേഷം രണ്ടും കൽപ്പിച്ച് ഞാൻ മുഴുവൻ കാര്യങ്ങളും അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ അവൻ എന്നെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തില്ല. മാത്രമല്ല ഞാൻ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുള്ള പോലെ അവന് തോന്നുകയും ചെയ്തു. ഉടനെ അവൻ എന്നോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ഞാൻ കയറിയിരുന്ന പാടെ അവൻ വണ്ടി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അമ്മ പുറത്തു പോയിരിക്കുകയായിരുന്നു. അത് നന്നായി. ഞാൻ പട്ടിൽ പൊതിഞ്ഞ 4 തകിടുകളും അനിലിന് നൽകി. അതിനുശേഷം നടന്ന് റോഡരിയിൽ ചെന്ന് പുറംതിരിഞ്ഞ് അവന് കാണാൻ പാകത്തിന് നിന്നു. വീടിൻ്റെ പിൻഭാഗത്തൊഴികെ മറ്റെവിടെ നിന്നാലും കാണാൻ പാകത്തിനാണ് ഞാൻ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവനത് വീടിൻ്റെ പിൻഭാഗത്തൊഴികെ മറ്റെവിടെ വേണമെങ്കിലും കുഴിച്ചിടാം. എല്ലാം കഴിഞ്ഞപ്പോൾ അനിൽ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഇനി നീ ചെന്ന് നോക്കിയാൽ പോലും എവിടെയാണ് തകിടുകൾ കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റില്ല, അവൻ പറഞ്ഞു. പക്ഷേ നീ എങ്ങനെ ആ സാധനത്തിനെ തകിടുകൾക്കുള്ളിലേക്ക് എത്തിക്കും? അവൻ അവിടെ നിന്നുകൊണ്ട് വീടും പരിസരവും നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. സത്യത്തിൽ അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നു. ഞാനെത്തിക്കും. ഏതു വിധേനയും അത് ചെയ്തിരിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെ എൻ്റെ ജീവിതം വെച്ച് കളിക്കുന്ന ആ നികൃഷ്ട സത്വത്തിനോടുള്ള ദേഷ്യം മുഴുവൻ നിറഞ്ഞ സ്വരത്തിൽ ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ചെന്നൈക്ക് പോവുകയാണ്. നാളെ രാവിലെ ജോലിക്ക് ജോയിൻ ചെയ്യണം. അല്ലായിരുന്നെങ്കിൽ ഞാനും ഉണ്ടായേനെ നിൻ്റെ കൂടെ, അനിൽ പറഞ്ഞു. അത് സാരമില്ലടാ, നീ എന്നെ വിശ്വസിക്കുകയെങ്കിലും ചെയ്തില്ലേ, എനിക്കത് മതി. ഞാൻ അവൻ്റെ കയ്യിലൊന്ന് മുറുക്കി പിടിച്ചു.
വൈകുന്നേരം വരെ ഞാനും അനിലും കൂടി അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടുകൾ മുഴുവൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ പുറത്തുപോയ അമ്മ തിരികെ വന്നു. റോഡരികിൽ നിൽക്കുന്ന എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് അമ്മ വീട്ടിലേക്ക് പോയത്. ഞാൻ പെട്ടെന്ന് വിതുമ്പിപ്പോയി. അത് കണ്ട് അനിൽ എൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. സന്ധ്യ കഴിഞ്ഞപ്പോൾ അനിൽ എന്നോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഇനി അടുത്ത മാസമേ അവൻ നാട്ടിലേക്ക് വരൂ. രാത്രിയായി. ഞാൻ തനിച്ചവിടെ നിന്നുകൊണ്ട് നിരീക്ഷണം തുടർന്നു. ഇടയ്ക്കെപ്പോഴോ അമ്മ വാതിൽ തുറന്ന് റോഡിലേക്ക് കണ്ണോടിച്ചു. നേരം ഇത്രയായിട്ടും ഞാൻ വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് നോക്കിയതാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടെ കണ്ടതിൻ്റെ സമാധാനത്തിൽ അമ്മ വാതിൽ ചാരി അകത്തേക്ക് പോയി. രാത്രി എന്തു വന്നാലും ഉറങ്ങാതിരിക്കാൻ വേണ്ടി അമ്മ ഉറങ്ങിയ ശേഷം ഞാൻ വീട്ടിലേക്ക് ചെന്ന് ഒരു വലിയ പാത്രം നിറയെ കടുപ്പത്തിൽ ചായ തിളപ്പിച്ചു വെച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഉറക്കക്കുറവ് മൂലം എനിക്ക് കടുത്ത ആലസ്യവും ക്ഷീണവും തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ കുറേശ്ശെ ചായയും കുടിച്ച് ആരോഗ്യത്തിൻ്റെ വരവും കാത്തിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴെല്ലാം ഞാൻ ചായ മുത്തിക്കുടിച്ചുകൊണ്ടിരുന്നു. അതെന്നെ ഉണർന്നിരിക്കാൻ സഹായിച്ചു. സമയം രാത്രി 12 പിന്നിട്ടു. കൃത്യം ആ നേരത്ത് പുറത്ത് ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടു. അവൻ വന്നിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് വീടിന് പുറത്തേക്കിറങ്ങി. അതിനു മുമ്പ് വീടിൻ്റെ 4 ചുറ്റിലുമുള്ള ലൈറ്റുകൾ ഞാൻ ഓൺ ചെയ്തിരുന്നു. കൂടാതെ എമർജൻസി ലൈറ്റും ഓൺ ചെയ്ത് കയ്യിൽ പിടിച്ചിരുന്നു. ഞാൻ പുറത്തിറങ്ങി ചുറ്റിലും നോക്കി. അതിനെ എങ്ങും കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടായിരിക്കും. എൻ്റെ കണ്ണിൽപ്പെടാതെ മറഞ്ഞിരിക്കുകയായിരിക്കണം. ഞാൻ എൻ്റെ മുറിയുടെ ജനാലയുടെ അടുത്ത് ചെന്ന് നോക്കി. സാധാരണ എല്ലാ രാത്രിയിലും അത് ഇവിടെയാണ് വന്നു നിൽക്കാറുള്ളത്. പെട്ടെന്ന് ആരോ പുറകിൽ നിന്നും എൻ്റെ കഴുത്തിൽ പിടിച്ച് എന്നെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ദൂരേക്ക് തെറിച്ച് വീണ എൻ്റെ കയ്യിൽ നിന്നും എമർജൻസി ലൈറ്റ് പിടിവിട്ടുപോയി. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കി. മുന്നിൽ ക്രൂരമായി ചിരിച്ചുകൊണ്ട് ആ സത്വം നിൽക്കുന്നു. അത് ഞാനല്ല എന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആകെയുള്ള ഒരേയൊരു വ്യത്യാസം അതിൻ്റെ മുഖത്തെ ആ ക്രൂരമായ ചിരി മാത്രമാണ്. ഈ ജന്മത്തിൽ എനിക്കൊരിക്കലും അങ്ങനെ ചിരിക്കാൻ കഴിയില്ല. ഞാൻ നോക്കി നിൽക്കെ അതെൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ പുറകോട്ട് ചുവടുവെച്ച് തകിടുകൾ തീർത്ത ഊർജ്ജവലയം തെരഞ്ഞു നടന്നു. അതറിയാവുന്ന ആ രൂപം പെട്ടെന്ന് നിശ്ചലനായി. അതനങ്ങുന്നില്ല. എങ്ങനെയെങ്കിലും അതിനെ ആ വലയത്തിനുള്ളിൽ എത്തിച്ചേ മതിയാവൂ. അതെങ്ങനെ ചെയ്യണമെന്നത് സംബന്ധിച്ച് എനിക്കൊരു മുൻകൂർ പദ്ധതി ഉണ്ടായിരുന്നില്ല. ഞാനത് ചെയ്യാതിരുന്നതാണ്. കാരണം ഞാൻ പദ്ധതിയിടുന്നത് വെറുതെയാണ്. എൻ്റെ എല്ലാം ഇതിനറിയാം. അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഞാൻ അതിന് നേരെ ഒരു വലിയ കല്ലെടുത്തെറിഞ്ഞു നോക്കി. ഏറുകൊള്ളാതിരിക്കാൻ ആ രൂപം ഒഴിഞ്ഞു മാറി. അപ്പോൾ എനിക്കതിനെ ആക്രമിക്കാൻ പറ്റും. ഞാൻ വീണ്ടും ഒരു വലിയ കല്ലെടുത്ത് അതിന് നേരെ എറിഞ്ഞു. ഉടനെ അതൊഴിഞ്ഞു മാറി എൻ്റെ നേർക്കെടുത്ത് ചാടി ഒരു കാലുകൊണ്ട് എന്നെ തൊഴിച്ചു. നല്ല ബലമുണ്ടായിരുന്നു ആ തൊഴിക്ക്. ഞാൻ തെറിച്ചു വീണു. നിലത്തു നിന്നും എഴുന്നേറ്റ് ഞാനതിനെ നോക്കി. അതിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു. പകരം പകയും വിദ്വേഷവും തെളിഞ്ഞു നിന്നു. അത് കണ്ട് എനിക്ക് ഭയം തോന്നി. എങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. വീണ്ടും അതെൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ അതിന് നേരെ ഓടിയ ശേഷം ഒരു കാലുയർത്തി അതിനെ ചവിട്ടാൻ ശ്രമിച്ചതും അതെൻ്റെ കാലിൽ പിടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. നിലത്തേക്ക് തെറിച്ചു വീണ എൻ്റെ വായിൽ മണ്ണ് പറ്റി. എനിക്ക് ആകെ ഒരു പരവശം അനുഭവപ്പെടാൻ തുടങ്ങി. മൊത്തത്തിലൊരു തളർച്ച പോലെ. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉടനെ നിലത്ത് വീണ് കിടക്കുന്ന എൻ്റെ നേർക്ക് ആ രൂപം എടുത്തു ചാടി. എൻ്റെ ദേഹത്തിൻ്റെ ഇരുവശങ്ങളിലും കാലുകുത്തി നിന്ന് അതെൻ്റെ 2 കൈകളും ചേർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അതെന്നെ സ്പർശിച്ച ആ നിമിഷം എന്നിൽ നിന്നും എന്തോ ഒരു ഊർജം പുറത്തേക്ക് പ്രവഹിക്കുന്നത് എനിക്ക് വ്യക്തമായി അറിയാൻ കഴിഞ്ഞു. ശരീരത്തിൽ മരവിപ്പ് പടർന്നു പിടിക്കാൻ ആരംഭിച്ചു. അതിനു മുന്നേ ഞാൻ ഒരു കാലുയർത്തി അതിൻ്റെ നെഞ്ചിൽ ചവിട്ടി. ഞാനും ആ രൂപവും ഇരുവശങ്ങളിലേക്കും മറിഞ്ഞു വീണു. എവിടെയാണ് തകിടുകൾ തീർത്ത ഊർജ്ജവലയം എന്നറിയാതെ ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റ് വീടിൻ്റെ മുൻവശത്തേക്ക് ഓടി. ഉടനെ എനിക്ക് പുറകിൽ നിന്നും ചവിട്ടേറ്റു. ഞാൻ വീടിനോട് ചേർന്ന് വെള്ളം നിറച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ മുകളിലേക്ക് ചെന്ന് വീണു. ആ ശബ്ദം കേട്ട് അമ്മ ഞെട്ടിയുണർന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ദേഹത്ത് എവിടെയൊക്കെയോ ചതവുകൾ രൂപപ്പെട്ടത് ഞാൻ അറിഞ്ഞു. നിലത്ത് വീണ് കിടക്കുന്ന എന്നെ കണ്ട് അടുത്തേക്ക് വരാനായി ഉമ്മറത്തേക്കിറങ്ങിയ അമ്മ തൊട്ടുമുന്നിൽ എൻ്റെ അതേ രൂപമുള്ള മറ്റൊരാളെ കണ്ട് സ്തബ്ധയായി. അമ്മയെ അകത്തേക്ക് പോ, നിലത്ത് കിടന്നുകൊണ്ട് ഞാൻ ഉറക്കെ പറഞ്ഞു. അമ്മ എന്നെയും ആ രൂപത്തിനെയും മാറി മാറി നോക്കി. അമ്മേ, വേഗം അകത്തു പോ, നിലത്ത് നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ അവിടെ കിടന്നുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു. ആ രൂപം അമ്മയുടെ അടുത്തേക്ക് ചൂടുവെച്ചു. അത് ഞാനല്ല എന്ന് അതിൻ്റെ മുഖഭാവത്തിൽ നിന്നും അമ്മയ്ക്ക് മനസ്സിലായി കാണണം. അമ്മ വേഗം എനിക്ക് നേരെ ഓടി. ഉടനെ അത് അമ്മയുടെ കഴുത്തിൽ കടന്നു പിടിച്ചു. ടാ, ഞാൻ ഉച്ചത്തിൽ അലറി. നിസ്സഹായനായി നിലത്ത് കിടക്കുന്ന എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നി. ഇനി വേറെ വഴിയില്ല, എല്ലാം ഇതോടെ തീരണം. ഞാൻ രണ്ടും കൽപ്പിച്ച് പോക്കറ്റിൽ കരുതിയിരുന്ന ചെറിയ കുപ്പി കീടനാശിനി തപ്പിയെടുത്ത് മൂടി തുറന്ന് ഒറ്റ വലിക്ക് കുടിച്ചു.
എനിക്ക് തൊണ്ട പൊള്ളുന്നതുപോലെ തോന്നി. ഞാൻ ശക്തിയായി ചുമച്ചു. പരവശം ദേഹം മുഴുവൻ വ്യാപിച്ചു. ഉടനെ അമ്മയുടെ കഴുത്തിലെ ആ രൂപത്തിൻ്റെ പിടിയഴിഞ്ഞു. അത് സ്വന്തം കഴുത്തിൽ കൈകളമർത്തി. ഞാൻ ഇല്ലാതായാൽ അതിന് നിലനിൽപ്പില്ല. അത് നിന്ന നിൽപ്പിൽ ചുറ്റുമൊന്ന് വട്ടം കറങ്ങിയ ശേഷം ഒരലർച്ചയോടെ എൻ്റെ ഉദരം ലക്ഷ്യമാക്കി ചാടി ഉയർന്നു. മരണവെപ്രാളത്തിനിടയിലും അത് കണ്ട് എൻ്റെ കണ്ണുകൾ തുറിച്ചു. ഉടനെ എവിടെ നിന്നോ ആരോ അതിന് നേർക്ക് പാഞ്ഞെടുത്തു. അതിൻ്റെ കാലുകൾ എന്നെ സ്പർശിക്കുന്നതിന് മുന്നേ അയാൾ അതിനെ ദൂരേക്ക് ചവിട്ടിത്തെറിപ്പിച്ചു. കാഴ്ച മങ്ങിയ ഞാൻ നിലത്ത് കിടന്നുകൊണ്ട് അയാളെ നോക്കി. അതനിലായിരുന്നു. തൊട്ടപ്പുറത്ത് കിടന്നുകൊണ്ട് ആ രൂപവും മരണവെപ്രാളം കാണിക്കുകയാണ്. അനിൽ വേഗം ആ സത്വത്തിനെ താങ്ങിയെടുത്ത് നേരെ നിർത്തിയ ശേഷം അതിൻ്റെ നെഞ്ചിൻ കൂടി ലക്ഷ്യമാക്കി ആഞ്ഞു ചവിട്ടി. പുറകോട്ട് തെറിച്ചുപോയ അത് പെട്ടെന്ന് ആരോ കെട്ടിയിട്ട പോലെ അനങ്ങാൻ കഴിയാതെ നിന്നു വിറച്ചു. ഉടനെ അത് വികൃതമായ ശബ്ദത്തിൽ അലറാൻ തുടങ്ങി. ഒരു നിമിഷം വലിയൊരു ശബ്ദത്തോടെ ആ രൂപം പൊട്ടിത്തെറിച്ചു. വീടും പരിസരവും, എന്തിന് ഞാൻ കിടക്കുന്ന ഭൂമി പോലും പ്രകമ്പനം കൊണ്ടു. ഉടനെ എവിടെ നിന്നെന്നറിയാതെ ഒരുതരം ഊർജം എൻ്റെ നാഭിയിലൂടെ എന്നിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ആരോ വയറ്റിൽ ശക്തിയായി പ്രഹരിക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ ശക്തി താങ്ങാനാവാതെ ഞാൻ കിടന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. അമ്മയും അനിലും നിലത്ത് കിടക്കുന്ന എനിക്കരികിലേക്ക് ഓടി വന്നു. അവർ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തുമ്പോഴും ഞാൻ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു കവിൾ രക്തത്തോടൊപ്പം അവസാന തുള്ളി കീടനാശിനി കൂടി എന്നിൽ നിന്നും പുറത്തേക്കൊഴുകി. ഞാൻ ദീർഘമായി ഒരു ശ്വാസമെടുത്തു. ഞാൻ അനിലിൻ്റെ കയ്യിൽ പിടിച്ച് അമ്മയുടെ തോളിലേക്ക് തല ചായ്ച്ചു.